മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരണത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബജറ്റ് യുവജനങ്ങൾക്കും കർഷകർക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും ആരോഗ്യ മേഖലയ്ക്കും ഒരു തരത്തിലുമുള്ള പരിഗണനയും നൽകാത്തതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ട മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഈ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് ₹1 പോലും വകയിരുത്തിയിട്ടില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലയിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ₹1 പോലും മാറ്റിവെച്ചിട്ടില്ല. ആരോ എഴുതി തയ്യാറാക്കിയ ബജറ്റിന്റെ പകർപ്പ് വായിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിൽ എത്രയോ ഹെക്ടർ കണക്കിന് സ്ഥലമാണ് തരിശായി കിടക്കുന്നത്. ആ തരിശിനെ മാറ്റാൻ വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് ഈ ബഡ്ജറ്റിലുള്ളത്? ഈ ബഡ്ജറ്റിലൊന്നുമില്ല. ഈ ബഡ്ജറ്റ് കാലിയാണ്. ഈ ബഡ്ജറ്റ് ആരോ ഉണ്ടാക്കിക്കൊടുത്ത ഒരു ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റിന് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു വ്യക്തതയുമില്ല. പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ ഒരു വ്യക്തതയുമില്ല. സമ്പൂർണ്ണം എന്നാ പറയുന്നത്. ആരോ എഴുതിക്കൊടുത്ത ഒരു ബഡ്ജറ്റ് ഇവിടെ വന്ന് ആ സമയത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ തന്നെ അക്ഷരത്തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പൊ ഇത് മുന്നു വായിച്ചതല്ല, ഇത് അദ്ദേഹം തയ്യാറാക്കിയതല്ല എന്നുള്ളതാണ്. ആരോ തയ്യാറാക്കിയത് വായിക്കുന്നു. ഊർജ്ജരംഗത്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ആകെ ഊർജ്ജോൽപാദന രംഗത്ത് മികച്ചതാകണമെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഊർജ്ജോൽപാദന രംഗത്ത് ഇവിടെ KLDC കനാലിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു കാര്യവും അവർക്ക് സംസാരമില്ല. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഭാഗം, കിഴക്കേ ഭാഗം കാർഷിക മേഖലയും പടിഞ്ഞാറേ ഭാഗം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന കായലുമാണ്. ആ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വല നെയ്യുന്നതിനു വേണ്ടി ഒരു സൂചിയെങ്കിലും പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റണ്ടേ? ഈ പദ്ധതിയിലുമില്ല, ഈ ബഡ്ജറ്റിലുമില്ല. അപ്പൊ നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്ന, കാർഷിക രംഗത്ത് ജീവിക്കുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും അതേപോലെ തന്നെ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്കും ഒരാശ്വാസവും നൽകുന്നില്ല. പ്രതിഷേധ സൂചകമായി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഇടതുപക്ഷാംഗങ്ങൾ ബജറ്റിന്റെ പകർപ്പ് കത്തിച്ചു.